അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ, നാളെ നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയാണ്. അപ്പോൾ എഴുത്തു പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ യദും പാഠം വരെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ, അഥവാ കഴിഞ്ഞ വർഷം പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യപേപ്പറാണിത്. ഇതിൽ നോക്കുക, ഫസ്റ്റ് എന്താണ്, ഇവിടെ യദുന്നുണ്ട്, യദിൻ്റെ ചിത്രമുണ്ട്, പക്ഷേ യാ ഇല്ല. അപ്പോൾ യാ എഴുതി കൊടുക്കണം. യാ എഴുതി കൊടുക്കുന്ന സമയത്ത് പല കുട്ടികളും എന്ത് ചെയ്യും, ഇതുപോലെ യാ എഴുതും. എങ്ങനെ? യാ ഇങ്ങനെ എഴുതും. അപ്പോൾ നമ്മളെ ചോദ്യത്തിൽ ചില കുട്ടികൾ ഇങ്ങനെ യാ എഴുതി കൊടുക്കും. ഇങ്ങനെ യാ എഴുതിയാൽ അതിവിടെ തെറ്റാണ്, അതിവിടെ ശരിയല്ല. എന്താ കാരണം? കൂട്ടി എഴുതുന്ന സമയത്ത് യാഇൻ്റെ തല അവിടെ ഉണ്ടാവില്ല, ഇത്ര എഴുതുള്ളൂ. യാ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ. ബാക്കി ദാലിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ യദുൻ, കണ്ടോ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടാമത്തെ അക്ഷരാണെന്ത്, വർദ്ധുൻ. അപ്പോൾ വാ എഴുതേണ്ടത്. ഇനി അവിടെയും ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ വാ ഇങ്ങനെ എഴുതുക അല്ലേ, ബാക്കി ചോദ്യത്തിലുണ്ട്, ചോദ്യത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് അല്ലേ. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഈ വാവിൻ്റെ വാല് ഇങ്ങോട്ട് മുട്ടിക്കും. അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ വർദ്ധുന്ന് എഴുതുക. ഇങ്ങനെ എഴുതിയ തെറ്റാണ്. എന്താ ഇവിടെ തെറ്റുണ്ടായത്? ഈ വാവിൻ്റെ വാലിങ്ങോട്ട് മുട്ടാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ച വാവ്, റാ, അതുപോലെ ദാല്, ഈ അക്ഷരങ്ങൾക്കൊന്നും ഇവിടേക്ക് ചേർക്കാൻ പാടില്ല, ഇവിടേക്ക് ചേർക്കാൻ പാടില്ല, ഇവിടേക്ക് ചേർക്കാൻ പാടില്ല. ഒന്നും ജോയിൻ്റ് ആക്കാൻ പാടില്ല. ഇങ്ങോട്ട് ചേർക്കാൻ പറ്റും, ഇങ്ങോട്ട് ചേർക്കാൻ പറ്റും, ഇങ്ങോട്ട് ചേർക്കാം, ഇങ്ങോട്ടും ചേർക്കാം. പക്ഷേ ലാസ്റ്റ് ഇവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേർക്കാൻ പറ്റില്ല. അപ്പോൾ വർദ്ധുന്ന് എഴുതുമ്പോൾ അതേപോലെ ഇനി ഇപ്പോൾ നോക്കിക്കോ, എന്താണ്, ദാല് വെച്ചിട്ട് ദർബുൻ നോക്കുക, ദർബുൻ, ദർബുൻ, ഇങ്ങനെയാണ് നമ്മൾ ദർബുൻ എഴുതല്. ഈ ദാല് ഇങ്ങോട്ട് മുട്ടിക്കാൻ പറ്റുമോ? പറ്റൂല. എന്താ കാരണം? ഇതാ ദാലിൻ്റെ അറ്റാണ്, ദാലിൻ്റെ അറ്റം ഇങ്ങോട്ട് മുട്ടിക്കാൻ പറ്റില്ല. ഇനി റാവ് കൊണ്ടോട് മുട്ടിക്കാൻ പറ്റുമോ? പറ്റൂല, അതും പറ്റില്ല. അപ്പോൾ രക്ഷിതാക്കൾ അത് ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വർദ്ധന എഴുതേണ്ടത്. അടുത്തത്, ഇത് നമ്മളെ വായനാ പരീക്ഷയിൽ നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ്, റിജുലുൻ. അതാണ് റിജുലുൻ, കാലിൻ്റെത്. രണ്ട് ചിത്രങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളത്, ഒന്ന് കാലിൻ്റെ, ഒന്ന് തൂണിൻ്റെ. തൂണിന് റുക്കുൻ എന്ന് പറയും, കാലിന് റിജുൽ എന്ന് പറയും. ഇനി റിജുൽ എന്ന് എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാ എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ മുട്ടിക്കാൻ പാടില്ല, ജീമിനോട് റാ മുട്ടിക്കാൻ പാടില്ല. അടുത്തത് തമ്രിൻ്റെ താ ആണ് എഴുതേണ്ടത്. അപ്പോൾ തായിൻ്റെ വാല് മീമിനോട് മുട്ടിച്ചിട്ടാണ് എഴുതേണ്ടത്. എങ്ങനെ? ഇങ്ങനെ താഗ് എന്ന് എഴുതി കൊടുക്കരുത് അവിടെ, ഇങ്ങനെയല്ല താഗ് അവിടെ എഴുതേണ്ടത്, മറിച്ച് ഇത്ര താഗ് മതി അവിടെ. ബാക്കി മീമിനോട് മുട്ടിക്കുക, തം, ഇങ്ങനെയാണ് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ അത് കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്, വിട്ടുപോയ അക്ഷരം. എന്താണ് വിട്ടുപോയ അക്ഷരം? പിന്നെ അവിടെ തന്നിട്ടുണ്ട്, ആ തന്നതിൽ നിന്ന് നോക്കി എഴുതാനാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ആയാണ് മിസ്സായത് അല്ലേ. അപ്പോൾ ഇതിലുണ്ട്, അത് നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മതി. പിന്നെ ഇവിടെ ഇബറിൻ്റെ ഇ ആണ് വിട്ടത്, അതുപോലെ ഉറബിൻ്റെ ഉ, അതുപോലെ എന്താണ്, ദർബിൻ്റെ ദ, റജുലിൻ്റെ റാ, മർമറുൻ്റെ മ. അപ്പോൾ അതിങ്ങോട്ട് കോപ്പി എഴുതിയാൽ മതി. പക്ഷെ മാ എഴുതുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യണം, ചേർത്തി എഴുതുന്ന മാ എഴുതണം. ഇവിടെ ഉള്ളത് ഈ താഴോട്ട് വാലുള്ള മായാണ്, കണ്ടില്ലേ? അങ്ങനെയല്ല എഴുതേണ്ടത്. അടുത്തത് കളർ കൊടുക്കാനാണ്. അപ്പോൾ നാളെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കളർ കൊണ്ടുപോകുക. പിന്നെ ഇതെന്താണ്, കോപ്പി എഴുതാനാണ്. ഇതുപോലെ ഇങ്ങോട്ട് കോപ്പി എഴുതാനാണ്. അപ്പോൾ കുട്ടികൾ എഴുതി പഠിക്കണം, നന്നായി എഴുതി പഠിക്കണം, എല്ലാ വാക്കുകളും എഴുതി പഠിക്കണം. അടുത്തത് എന്താണ്, ഹർക്കത്തുകൾ നൽകാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മുടെ പുസ്തകത്തിലെ യദും പാഠം വരെയുള്ള എല്ലാ പാഠത്തിൻ്റെയും ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കുക, ഹർക്കത്തില്ലാതെ കൊടുക്കുക. എന്നിട്ട് കുട്ടികളോട് ഹർക്കത്തിടാൻ പറയുക. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും ചെയ്യിപ്പിക്കണം. ഏത് വാക്കും വരെ. അപ്പോൾ ഇതിവിടെ കബിദു എന്നാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഹർക്കത്തില്ലാതെ കബിദു എന്ന് വന്നാൽ ഇത് കബിദു എന്നാണെന്നുള്ളതിനും ഫതഹ് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളതും കുട്ടികൾക്ക് എന്താവണം, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. ഇപ്പോൾ ഉദാഹരണം പറയും, യദുൻ ആണെങ്കിൽ എത്ര ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഉണ്ടാവുള്ളൂ, യദുൻ അല്ലേ.
അപ്പോൾ ഇത് യാ എന്നാണ്, ഇവിടെ രണ്ട് ലൊമ്മാണ് എഴുതേണ്ടത് എന്ന് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, കണ്ടാൽ മനസ്സിലാവണം. അതുകൊണ്ട് എല്ലാ വാക്കുകളും എന്ത് ചെയ്യണം, എല്ലാ വാക്കുകളും ഇതുപോലെ, അഥവാ പാഠത്തിന്റെ ഹെഡിങ് ആയി വരുന്ന വാക്കുകളൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കണം. പിന്നെ നാളത്തെ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൊത്തത്തിൽ ഞാനൊന്ന് പറയാം. അദബും പാഠം അതൊക്കെ എല്ലാവർക്കും എഴുതാൻ കിട്ടും. അപ്പോൾ എഴുത്തു പരീക്ഷയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് എഴുതാനുള്ള ഭാഗത്തു നിന്നായിരിക്കും എഴുത്തു പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ കോപ്പി എഴുതാൻ, ഇപ്പം നമ്മൾ ചോദ്യപേപ്പറിൽ കണ്ടതുപോലെ കോപ്പി എഴുതാനാണ് വരിക. അപ്പോൾ ഇത് ഇബിനുൻ, അതുപോലെ ബന്ദുൻ, ദധനുൻ, കണ്ടോ ദധനുൻ, തുതനുൻ, തുതനു, അമ്പത്ത. അപ്പോൾ ഇത് പിന്നെ ഇതുപോലെ എഴുതാൻ എന്ത് ചെയ്യുക, പഠിക്കുക. ദധൻ എങ്ങനെ എഴുതുക, കോപ്പി എഴുതാനാണ് ഉണ്ടാവുക. അതുപോലെ ഇനി പരീക്ഷ നല്ല പ്രയാസമുള്ള പരീക്ഷയാണെങ്കിൽ ഇത് വരാൻ സാധ്യത ഉണ്ട്. അതായത് ഇവിടെ എന്താണ്, ചേർത്തി എഴുതാനാണ്. കണ്ടില്ലേ, ഇനി ഇവിടെ അബദിന് എങ്ങനെ ചേർത്തി എഴുതുക, അബദും ചേർത്തി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ആ, പിന്നെ ബ, പിന്നെ ഇങ്ങനെ ചില കുട്ടികൾ ഇതൊന്നും എഴുതുന്നുണ്ട്, ഇത് തെറ്റാണ്, ഇങ്ങനെ എഴുതാൻ പറ്റൂല. അവസാനത്തെ ദാലെന്ന് ഇങ്ങനെ ഇരിക്കണം, ഒരു മുറിയൻ ലാമ് പോലെ ആയിരിക്കണം. ഇങ്ങനെയാണ് അബദ് എഴുതേണ്ടത്. അടുത്ത് തബ്തബ, തബ്തബ പ്രയാസമൊന്നുമില്ല, അതെല്ലാം ചേർത്ത് എഴുതിയാൽ മതി. തിബിനുൻ, തിബിനുൻ എഴുതുമ്പോൾ അവസാനത്തെ നൂന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നൂനിന് എന്ത് വേണം, ഒരു കുഴി വേണം. തി ബ് നുൻ, ഇങ്ങനെ ഒരു കുഴി വേണം, കുഴിയായിട്ടാണ് നൂൻ എഴുതേണ്ടത്. ഓക്കെ, ഇതാണിപ്പോൾ ചിത്രത്തെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഇതാണ്. ഇതിൻ്റെ ഇവിടെ രിജിൽ കണ്ടോ, ഇത് പൂരിപ്പിക്കാൻ. അതുപോലെ റുക്കുനുൻ. പിന്നെ എല്ലാ പാഠത്തിലെയും തുടക്കത്തെ അക്ഷരങ്ങൾ കൊടുക്കാതെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ബാക്കി കുട്ടികളെ ബാക്കി എന്ത് ചെയ്യുക, തുടക്കത്തെ അക്ഷരം മാത്രം ഡിക്റ്റേഷൻ വെക്കുക, കേട്ടെഴുത്ത് വെക്കുക, അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം. അതായത് ഇപ്പോൾ കെബിദുൻ ആണെങ്കിൽ ബിദുൻ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗം മാത്രം കൊടുക്കുക, എന്നിട്ട് ഇവിടുത്തെ എന്ത് ചെയ്യാൻ പറയാ, എഴുതാൻ പറയാം. നമ്മൾ ചോദ്യപേപ്പറിൽ കണ്ടതുപോലെ തുടക്കത്തെ അക്ഷരം മിക്സ് ആക്കിയിട്ട് ചോദ്യം തരും, എന്നിട്ട് അത് എഴുതാൻ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കാഫ് ഇവിടെ എഴുതാൻ പറ്റൂല. ഏത് കാഫ എഴുതേണ്ടത്, ഈ കാഫ. അപ്പോൾ ഈ കാഫിനെ കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട്. അതെന്താണ്, കാഫ് നമ്മൾ തുടക്കത്തിൽ വരുന്ന സമയത്ത് കാഫ് ഇങ്ങനെയാണ്, നടുവിൽ വരുന്ന തുടക്കത്തിൽ വരുന്ന കാഫ് ഇങ്ങനെയാണ്, നടുവിൽ വരുന്ന കാഫ് ഇങ്ങനെയാണ്, പക്ഷെ അവസാനത്തിൽ വരുന്ന കാഫ് ഇങ്ങനെയല്ല. നിങ്ങൾ നോക്കുക, ഒരു ഉദാഹരണം നോക്കൂ. ഇവിടെ കണ്ടോ കിബിറുൻ, ഏത് കാഫ വന്നത്, സാധാരണ കാഫ്. തുടക്കത്തിൽ കണ്ടോ, നടുവിൽ കണ്ടോ ഇങ്ങനത്തെ കാഫ വരുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, അവസാനത്തിലേക്ക് എത്തുമ്പോൾ മാറുന്നത് കണ്ടോളൂ. കണ്ടോ ഇവിടെ ലുക്ക് കണ്ടോ, ഇവിടെ ഈ കാഫാണ് എഴുതി, അഥവാ ലാമിൻ്റെ ഉള്ളിൽ ഒരു അംസിട്ടുള്ള കാഫ്. ഈ കാഫ് ഇവിടെ എഴുതാൻ പാടില്ല. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ലുക്ക് കണ്ടില്ലേ, ഇവിടെയൊക്കെ കണ്ടോ, ഈ അവസാനം കാഫ് വരുന്ന വാക്കുകളിലൊക്കെ ഏത് കാഫ് എഴുതാൻ പാടുള്ളൂ, ഈ കാഫ് എഴുതാൻ പാടുള്ളൂ. അത് പ്രത്യേകം കുട്ടികൾ എന്തെങ്കിലും പഠിപ്പിക്കും. ഇതാ കണ്ടോ തിൽക്ക, കണ്ടോ ഈ കാഫ് പ്രത്യേകം തന്നെ പഠിക്കുന്നുണ്ട്. തിൽക്ക, തെർക്കുൻ, ലക്ക, എല്ലാത്തിലും എന്താ ഉള്ളത്, അവസാനം വരുന്ന കാഫിന് ഇങ്ങനത്തെ കാഫാണ് എഴുതുന്നത്. അപ്പോൾ അത് പ്രത്യേകം പഠിക്കാം. അപ്പോൾ ഈ കാഫ് തുടക്കത്തിലാണ് വരിക, നടുവിലും വരായൊന്നുമില്ല. പക്ഷെ ഇത് ഖുർആനിലാണ് അധികം നമ്മൾ കാണാറുള്ളത്, ഇങ്ങനെ പരന്നിട്ടുള്ള കാഫ് വരാറുള്ളത്. സാധാരണ എഴുത്തിലൊക്കെ നമ്മൾ കബീദിന്റെ തുടക്കത്തിലുള്ള കാഫാണ് വരിക. അപ്പോൾ ഇത് എല്ലാവരും എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിക്കുക. അടുത്ത വർദ്ധം പാഠത്തിൽ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലെ അക്ഷരങ്ങൾ കൊടുത്തിട്ട് അത് കുട്ടികൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ബദുവുൻ കണ്ടോ, ഇങ്ങനത്തെ പ്രയാസമുള്ള വാക്കുകളൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ ശ്രദ്ധിക്കണം. ഇവിടെ വാവ് ദാലിനോട് മുട്ടിക്കാൻ പാടില്ല, അതാണ് ഇവിടുത്തെ പ്രയാസം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത് മർമറുൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ റാ മീമിനോട് മുട്ടിക്കുന്നില്ല, കണ്ടില്ലേ, മർമറുൻ. പിന്നെ ഇന്ന് വായിക്കാൻ വന്നത് ഇപ്പോൾ ഇവിടെ നിന്നാണല്ലോ, കമിൻത. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക, ഓരോ അക്ഷരങ്ങൾ റദുമിന് എഴുതുന്ന നോക്കുക. ഇനി സമക്കിൽ നമ്മൾ ചേർത്തി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. സീന് നമ്മൾ പിന്നെ ചേർത്തി എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. ഇനി ഒറ്റയ്ക്ക് എഴുതുന്ന സമയത്താണെങ്കിലോ ഇങ്ങനെ ഒരു കുഴിയായിട്ടാണ് വരിക. കണ്ടില്ലേ, ഇവിടെ കുഴിയുണ്ട് ഒറ്റയ്ക്ക് എഴുതുന്ന സമയത്ത്. ചേർത്തി എഴുതുന്ന സമയത്തോ ആ കുഴി പോയിട്ട് എന്തായി, പരന്നു പോയി അല്ലേ. അപ്പം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ സമക്കൊന്ന് എഴുതി കുട്ടികളെ എഴുതിപ്പിക്കുക. അതുപോലെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കണ്ടോ ഈ സീന് പരന്നിട്ടാണുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നെ ഇതൊക്കെ വായിച്ചു നോക്കുക, എഴുതാൻ പഠിക്കുക. സുദുസുൻ എങ്ങനെ എഴുതുക, സിദുറുൻ സംനുൻ എങ്ങനെയൊക്കെ എഴുതാൻ നോക്കുക. കേട്ടെഴുത്തൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ, നാളത്തെ പരീക്ഷയ്ക്ക് കേട്ടെഴുത്തൊന്നും ഉണ്ടാവില്ല. യതുംപാടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ അക്ഷരം ചേർത്തി എഴുതുന്ന സമയത്ത് ഇത് എഴുതാൻ പാടില്ല, ഇതാണ് എഴുതേണ്ടത്, ഈ ആണ് എഴുതേണ്ടത്. അപ്പോൾ യതുംപാടത്തിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കായി. എന്താണ് ഐബസ, യബുസുൻ, യുംനുൻ, വദിയുൻ, സൈഉൻ. ഇതൊന്നും നിങ്ങൾ വായിച്ചു പഠിക്കല്ലേ വേണ്ടത്, നാളത്തേക്ക് എഴുതി പഠിക്കാൻ വേണ്ടത്. അതേപോലെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐന, ഇത് വരാൻ സാധ്യത കൂടുതലാട്ടോ, പരീക്ഷ പ്രയാസമുള്ള ചോദ്യമാണെങ്കിൽ ഇത് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ്, ഐന എന്ന് എഴുതുന്ന സമയത്ത് ഇത് നമുക്ക് ചേർത്തി എഴുതി തന്നു. അപ്പൊ ഇത് വേർതിരിച്ച് എഴുതാനാണ്. അപ്പൊ വേർതിരിച്ച് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതേണ്ടത്. അതുപോലെ സലക്ക, സീൻ ഇങ്ങനെ എഴുതേണ്ടത്. ഏത് വരെ ഇതുപോലെ എഴുതാൻ പാടില്ല. കാഫ് ശരി. പിന്നെ ബലദുൻ, കണ്ട ബലദുൻ, ദാൽ ഇങ്ങനെ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളിൽ ചേർത്തി എഴുതുന്ന സമയത്ത് മാറ്റം വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത് പഠിക്കുന്നത് ദാലാണ്. ദാല് ചേർത്തി എഴുതുന്ന സമയത്ത് മാറിയിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെയാണ് ദാല് വരിക. അതേപോലെ ചേർത്തി എഴുതുന്ന സമയത്ത് മാറ്റം വരുന്ന ഒരു അക്ഷരമാണ് യാ. യാ ചേർത്തി എഴുതുന്ന സമയത്ത് ഇത്രേ വരുള്ളൂ, ഒന്നിലിങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ജോയിൻ്റ് ആക്കും യാ. അപ്പോൾ രണ്ടക്ഷരം നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ കാഫ് ലാസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് കാഫ് വരിക. പിന്നെ തുടക്കത്തിലാവുമ്പോൾ കാഫ് ഇങ്ങനെ ആയിരിക്കും, അത് മാറ്റുള്ള അക്ഷരമാണ്. പിന്നെ എന്താണ് ലാസ്റ്റിനോട് മുട്ടിക്കാൻ പാടില്ലാത്ത അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അലിഫ്, വാവ്, ദാല്, റാ, ഇസ്ദവർദ് എന്നാണ്. അതിലിപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ ഇപ്പോൾ ഇവിടെ മുട്ടിക്കാൻ പാടില്ല, ഇവിടെ മുട്ടിക്കാൻ പാടില്ല, ഇവിടെ മുട്ടിക്കാൻ പാടില്ല, ഇവിടെ മുട്ടിക്കാൻ പാടില്ല, അക്ഷരങ്ങൾ മുട്ടിക്കാൻ പാടില്ല. പഠിച്ചില്ലേ? പിന്നെ എന്താണ് ഈ ചോദ്യം തിരിച്ചും വരാറുണ്ട്. അതായത് ഇങ്ങനെ തന്നിട്ട് ഇത് എഴുതാനും വരും, ഇത് തന്നിട്ട് ഇത് എഴുതാനും വരും. അപ്പോൾ ഇത് രണ്ടും കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇൻഷാ അള്ളാഹ് നാളെ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല പരീക്ഷയ്ക്ക് നല്ല എഴുതാൻ കിട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.